കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് +2 മലയാളം ക്ലാസ്സിലെ ഹയർ സെക്കൻഡറി മലയാളം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന അധ്യായമാണ് എടുക്കുന്നത്. എഴുതിയത് ഡോക്ടർ എം.എൻ. കാരശ്ശേരി. അപ്പോൾ എം.എൻ. കാരശ്ശേരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എം.എൻ. കാരശ്ശേരി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി എന്നാണ്. എം.എൻ. കാരശ്ശേരി. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിലാണ് ജനിച്ചത്. പത്രാധിപർ, അതുപോലെ അധ്യാപകൻ, ഗവേഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാപ്പിള പാട്ടുകളെ കുറിച്ച് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: വിശകലനം, മക്കയിലേക്കുള്ള പാത, കുറിമാനം, തിരുവരുൾ, ആലോചന, ഒന്നിൻ്റെ ദർശനം, കാഴ്ചവട്ടം, മാരാരുടെ കുരുക്ഷേത്രം, ആരും കൊളുത്താത്ത വിളക്ക്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്ക് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന അധ്യായത്തിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് എന്ന് നോക്കാം. തുടങ്ങാനിപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ 5-6 നൂറ്റാണ്ടുകാലം പരിഷ്കരിച്ച അറബി ലിപിയിലാണ് മലയാളം എഴുതി പോന്നിരുന്നത്. അറബി ലിപിയിലാണ് പരിഷ്കരിച്ച അറബി ലിപിയിലാണ് എന്ത് ചെയ്തിരുന്ന മലയാളം എഴുതി പോന്നിരുന്നത്. പുസ്തകങ്ങളിലും മത പാഠശാലകളിലും ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അറബി മലയാളം എന്നു പേരായ ഈ ലിപിയിൽ രേഖപ്പെട്ടുകിടക്കുന്ന രചനകളെ അറബി മലയാള സാഹിത്യം എന്ന് പറയാം. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. അറബി മലയാള സാഹിത്യം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ത്? അറബി മലയാളം എന്ന് പേരായ ലിപിയിൽ രേഖപ്പെട്ട് കിടക്കുന്ന രചനകളെയാണ് അറബി മലയാള സാഹിത്യം എന്ന് പറയുന്നത്. ഇതിൽ ഗദ്യവും പദ്യവും ഉണ്ട്. മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പദ്യകൃതികൾക്കാണ് ഏറെ പ്രചാരം. ഈ പാരമ്പര്യം എവിടെയുണ്ട്? നമ്മുടെ ലക്ഷദ്വീപിലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അറബി മലയാള സാഹിത്യം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ട്. നോക്കാം, അടുത്ത പാരഗ്രാഫ് നോക്കാം. ജാതി സമൂഹങ്ങളും മതസമുദായങ്ങളും ഇടകലർന്നു ജീവിക്കുന്ന സാഹചര്യം സംജാതമായതോടെ മാപ്പിളപ്പാട്ട് കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി തീർന്നിരിക്കുന്നു. രചന, ആലാപനം, ആസ്വാദനം തുടങ്ങിയ മേഖലകളിലൊന്നും അതിന് പ്രദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളില്ല. കഥകളി, കൂത്ത് മുതലായ ക്ഷേത്രകലകൾ സമൂഹത്തിൻ്റെ പൊതു സ്വത്തായി തീർന്നതുപോലെ പൊതു സ്വത്തായി തീർന്നതുപോലെ നമ്മുടെ ഈ മാപ്പിളപ്പാട്ടുകളും അതേ രീതിയിൽ തന്നെയായി മാറിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. രാഷ്ട്രീയം, സിനിമ, നാടകം, സാഹിത്യം മുതലായവ വഴി നടക്കുന്ന കലകളുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടമാണിത്. അപ്പോൾ കലകളുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടമാണിത്. ഏതാണത്? ഏത് കലകളും സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. അതാണ് ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടം. ഇന്ന് കേരളത്തിലെ എല്ലാ കലാപാരമ്പര്യങ്ങളും എല്ലാ കേരളീയരുടേതുമാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഓരോ സമുദായത്തിന് ഇന്ന കല എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിർവരമ്പുകളില്ല, വേർതിരിവുകളില്ല. എല്ലാ കലകളും എല്ലാവരുടെയുമാണ്. അതാണ് ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടം എന്ന് പറയാൻ കാരണം. മാപ്പിളപ്പാട്ട്, അപ്പോൾ നമ്മൾ മാപ്പിളപ്പാട്ടിലെ കേരളീയതയാണല്ലോ നമ്മുടെ വിഷയം. നോക്കാം. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറെ ജനപ്രീതി നേടിയ പുലിക്കോട്ടിൽ ഹൈദർ ശ്രദ്ധേയനായത് കേരളീയതയ്ക്ക് നൽകിയ സ്ഥാനം കൊണ്ടാണ്. അപ്പോൾ മാപ്പിളപ്പാട്ട് എഴുത്തുകാരിൽ വളരെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹം ശ്രദ്ധേയനായത് അദ്ദേഹത്തിൻ്റെ രചനകളിലുള്ള ആ കേരളീയതയാണ്. കേരളീയതയ്ക്ക് നൽകിയ പ്രാധാന്യമാണ് അദ്ദേഹം
അദ്ദേഹത്തിനെ ഏറെ ശ്രദ്ധേയനാക്കിയത് എന്നാണ് പറഞ്ഞത്. പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം തീർത്തും നാടനായിരുന്നു. പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം തീർത്തും നാടനായിരുന്നു. ആര്? നമ്മുടെ പുലിക്കോട്ടിൽ ഹൈദർ. ആ വിഭാഗത്തിൽ മലയാളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ ആരുമില്ല എന്നാണ് നമ്മുടെ ലേഖകന്റെ അഭിപ്രായം. ഒറ്റപ്പാട്ടുകൾ കെട്ടുന്നതാണ് തൻ്റെ ശീലം. അത്തരം 2000 പാട്ടുകളുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചരിത്രം ഇതിവൃത്തമാക്കി ഒരു ലഘുകാവ്യം രചിക്കേണ്ടി വന്നപ്പോൾ പുലിക്കോട്ടിൽ ഹൈദർ തിരഞ്ഞെടുത്തത് ഏതാ അറിയോ? കേരള ചരിത്രമാണ്. അദ്ദേഹം ഇങ്ങനെ എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്, ഒരു മാപ്പിളപ്പാട്ടാണ്, വെള്ളപ്പൊക്കമാല എന്നുള്ള കൃതി. അതിൽ എൻ്റെ കേരളത്തിൽ വന്നേ നാശം, വിള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഉദ്ദേശം എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. എൻ്റെ കേരളം എന്ന പ്രയോഗത്തിന് അവിടെ അടിവര ഇടണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു രചനകളാണ് നരിനായാട്ട്, കാളപൂട്ടുപാട്ട് തുടങ്ങിയ അനേകം രചനകളിൽ സ്വന്തം ചുറ്റുപാടിനെ ചിത്രീകരിക്കാനുള്ള ഈ ഒരു ത്വര, ഈ ദാഹം കാണാം. അത് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് മോയിൻകുട്ടി വൈദ്യർ. ഇപ്പം നമ്മൾ പരാമർശിക്കുന്നത്, പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? പുലിക്കോട്ടിൽ ഹൈദറിനെ കുറിച്ചാണ്. എന്നാൽ മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള മറ്റു രചയിതാക്കൾ അറേബ്യൻ ചരിത്രത്തിലേക്കും ഇസ്ലാമിക ഇതിവൃത്തങ്ങളിലേക്കും കാൽപ്പനിക ലോകങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ഹൈദർ സ്വന്തം മണ്ണിൽ ഉറച്ചു നിന്നു. കാൽപ്പനികർക്കിടയിലെ യഥാതഥവാദിയാണ് അദ്ദേഹം. നാട്ടുകഥകളല്ലാതെ ഭക്തി പോലും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നില്ല. മതേതരവും പ്രാദേശികവുമായ പ്രമേയങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം. പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം മതേതരവും പ്രാദേശികവുമായ പ്രമേയങ്ങൾക്കാണെന്നാണ് പറഞ്ഞത്. അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയാം. മോയിൻകുട്ടി വൈദ്യർ അടക്കമുള്ള പ്രമുഖരിൽ പലരുടെയും കൃതികൾ സങ്കര ഭാഷയിലാണ്. വാക്കുകളെയും പ്രയോഗങ്ങളെയും പറ്റി പറയുമ്പോൾ പുലിക്കോട്ടിൽ കൃതികളെ നാടൻ എന്നല്ല ഏറനാടൻ എന്നാണ് വിളിക്കേണ്ടത്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വദേശം വണ്ടൂരാണ്. വണ്ടൂർ സ്വദേശിയാണ് അദ്ദേഹം. സ്വന്തം നാട്ടിലെ വാമൊഴിയിൽ നിന്ന് തരഭേദമൊന്നും നോക്കാതെ വാക്കുകൾ വാരിയെടുക്കാൻ ഒരു മടിയുമില്ല. താളത്തിനു വേണ്ടി വാമൊഴി യാതൊരു സംസ്കരണവും കൂടാതെ ഉപയോഗിച്ചതിന് ഉദാഹരണം മിക്ക പാട്ടിലുമുണ്ട്. വിഭക്തി പ്രത്യയങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും അദ്ദേഹം വാമൊഴിക്കാരനാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ മലമൽ, മലയിൽ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം മലമൽ എന്നാണ് ഉപയോഗിച്ചത്. അതുപോലെ നരിയെ എന്ന് പറയുന്നതിന് പകരം നരീനെ എന്നാണ്. എന്ന തരത്തിലാണ് പുലിക്കോട്ടിലിൻ്റെ പോക്ക്. പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാവുന്ന സ്ത്രീത്വം ഹൈദറിൻ്റെ രചനാ വൈഭവത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. പുരുഷനെ പുച്ഛിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും കൂട്ടത്തിൽ കാണാം. അത്തരം കഥാപാത്രങ്ങളെയും അദ്ദേഹം തൻ്റെ കൃതികളിൽ അനാവരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈദർ വിജയിച്ചത് സ്ത്രീയുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതിലാണ്. നൊമ്പരം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ, വേദനകൾ, അത്തരം സ്ത്രീകളുടെ നൊമ്പരങ്ങൾ ചിത്രീകരിക്കുന്നതിലാണ് പുലിക്കോട്ടിൽ ഹൈദർ വിജയിച്ചത്. ഏറ്റവും മികച്ച രചന എന്ന് പറയാവുന്ന മറിയക്കുട്ടിയുടെ കത്ത് ഇതിന് ഒന്നാന്തര ഉദാഹരണം എത്രയാണ്. അപ്പം കത്ത് പാട്ടുകൾ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു മാപ്പിളപ്പാട്ടിൽ. അതിൽ ഒന്നാണ് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മറിയക്കുട്ടിയുടെ കത്ത്. ബെല്ലാരി ജയിലിൽ തടവുകാരനായി കിടക്കുന്ന ഭർത്താവ് മറിയക്കുട്ടിയെ സംശയിക്കുന്നു. ഇക്കാര്യം കാണിച്ചുകൊണ്ട് അയാൾ അവളുടെ ഉമ്മയ്ക്ക് എഴുതി. കത്തു കണ്ട് സങ്കടപ്പെട്ട് ആ വീടർ എഴുതുന്ന കത്തിൻ്റെ രൂപത്തിലാണ് ഈ പാട്ട്. ഏത്? മറിയക്കുട്ടിയുടെ കത്ത് എന്ന പാട്ട്. സ്ത്രീകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയും ചാബല്യത്തെ കളിയാക്കുകയും ചെയ്യുന്ന ഈ പാട്ടുകാരൻ സ്ത്രീപക്ഷപാതിയായി നിന്നുകൊണ്ട് അനവധി രചനകൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം കവനശേഷി സാമൂഹിക പരിഷ്കരണത്തിന്
ബോധപൂർവം ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം. എന്താണ് സ്വന്തം കവനശേഷി, തൻ്റെ കവിത എഴുതാനുള്ള കഴിവ്, തൻ്റെ കാവ്യം എഴുതാനുള്ള കഴിവ്, കവനശേഷി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സാമൂഹിക പരിഷ്കരണത്തിന് ബോധപൂർവ്വം ഉപയോഗിച്ചു, അഥവാ ജീവിത പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗിച്ചു. എന്നാൽ ജീവിത പുരോഗതിക്ക് തടസ്സമെന്ന് തോന്നിയ എല്ലാ ആചാരവിശേഷങ്ങളെയും ഈ രചനകൾ പുച്ഛിക്കുന്നു. ജീവിത പുരോഗതിക്ക് തടസ്സമെന്ന് തോന്നിയ ഏത് ആചാരവിശ്വാസങ്ങളെയും അദ്ദേഹം പുച്ഛിച്ചു, തൻ്റെ കൃതികളിലൂടെ പുച്ഛിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീമർത്തിമാല, മാരാന്മാരുടെ തകരാറ് തുടങ്ങിയ പ്രസിദ്ധ ഗാനങ്ങൾ ഉദാഹരണങ്ങൾ മാത്രം. അപ്പോൾ ഇതെല്ലാം എന്താണ്? മാലപ്പാട്ട് എന്നുള്ള വിഭാഗത്തിലാണ്. ഈ മാപ്പിളപ്പാട്ടിന് പല വിഭാഗങ്ങളുണ്ട്. കത്തുപാട്ട്, മാലപ്പാട്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ വിഭാഗങ്ങളുണ്ട്. അതിൽ മാലപ്പാട്ട് എന്നുള്ള വിഭാഗത്തിലാണ് ഈ പറഞ്ഞ കൃതികളെല്ലാം വരുന്നത്. മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് ഈ എഴുത്തുകാരൻ്റെ സംഭാവനകൾ ഏറെയും അധികവും. പാട്ടായി രചിക്കപ്പെട്ട കത്തുകളാണിവ. അതെന്ത് ചെയ്യാം? കത്തായിട്ട് വായിക്കാനും പറ്റണം, പാട്ടായിട്ട് പാടാനും പറ്റണം എന്നാണ് പറയാറ്. മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ കത്തുപാട്ടുകൾ വലിയ കാവ്യശാഖയായി പണ്ടു മുതലേ പടർന്നു പിടിച്ചിരുന്നു. ഈ ശാഖ ഇന്നും സജീവമാണ്. ഗൾഫ് പ്രവാസത്തിൻ്റെ ഏറ്റവും നല്ല രേഖയായ ദുബായ് കത്തുപാട്ട്, അത് എഴുതിയത് S.A. ജമീലാണ് ഏറ്റവും മുന്തിയ ഉദാഹരണം. വാമൊഴിയോട് പുലർത്തുന്ന ഉറ്റ ബന്ധം കൊണ്ടും അന്ധവിശ്വാസങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുത കൊണ്ടും നമ്മുടെ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ കത്തുപാട്ടുകൾ വേറിട്ട് നിൽക്കുന്നു. ഏതെല്ലാം കാരണങ്ങളാലാണത്? വാമൊഴിയോട് പുലർത്തുന്ന ഉറ്റ ബന്ധം, പിന്നെ അന്ധവിശ്വാസങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുത. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഹൈദറിൻ്റെ കത്തുപാട്ടുകൾ എന്ത് ചെയ്യുന്നു? മറ്റ് മാപ്പിളപ്പാട്ടുകളിൽ നിന്ന്, കത്തുപാട്ടുകളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ആദ്യകാലത്ത് വിമർശിക്കപ്പെട്ട ഈ കവി പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ അനുയായിയായി തീർന്നു. ആ നേതാവിൻ്റെ ചരമത്തിൽ വ്യസനിച്ചുകൊണ്ട് എഴുതിയ പാട്ട് ശ്രദ്ധേയമാണ്. നിമിഷ കവനശേഷി കൊണ്ട് അനുഗ്രഹീതനായ പുലിക്കോട്ടിൽ ഹൈദർ സ്വന്തം രചനാരീതിയെ ഓർത്തിട്ടാകണം ഒരിക്കൽ പാടുകയുണ്ടായി. എന്താ അറിയോ പാടിയത്? പാടി ഞാൻ മൂളക്കമാലെ ഒരു പാട്ടു തന്നാലെ. അതെ, ആ മനസ്സിൽ ഒരു മൂളക്കം, ഈണം ഉണ്ടായിരുന്നു. കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ ഈണത്തിൽ പാട്ടായി വാർന്നു വീഴുകയായിരുന്നു. എല്ലാ കലകളും വേണ്ടത്ര സ്വയം തിരിച്ചറിയാതെ എന്ത് ചെയ്യാണ്? തന്നാലെ പുറപ്പെട്ടു വരുന്നവയാണല്ലോ. കവിയുടെ ജന്മശതാബ്ദി വിപുലമായി കൊണ്ടാടിയ സന്ദർഭത്തിൽ തിരഞ്ഞെടുത്ത രചനകളുടെ സമാഹാരം എന്ന് വെച്ചാൽ പുലിക്കോട്ടിൽ കൃതികൾ 1979 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഗാർഹികവുമായ അനേകം മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ ചരിത്രകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. പ്രകൃതിയും സ്ത്രീയും നേരിട്ട സങ്കടങ്ങളെപ്പറ്റിയുള്ള ആ ഗാഥകൾ, ഗാഥ എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടുകൾ അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്നും ഊർജം പകരാൻ ഊറ്റമുള്ളവയാണ്. ഇപ്പോൾ പുലിക്കോട്ടിൽ ഹൈദറിനെ കുറിച്ച് ശ്രീ M.N. കാരശ്ശേരി എഴുതിയ ഈ ലേഖനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഈ പറയുന്ന ആശയങ്ങൾ കേൾക്കുക. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം പുലിക്കോട്ടിൽ ഹൈദർ നാടനായിരുന്നു. ആ വിഭാഗത്തിൽ മലയാളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ ആരുമില്ല. ടെക്സ്റ്റിലെ ആശയമാണത്. ലേഖകന്റെ ഈ അഭിപ്രായം ചർച്ച ചെയ്ത്
കുറിപ്പ് തയ്യാറാക്കുക. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ആ ആശയങ്ങൾ എഴുതി വെച്ചാൽ മതി. അതുപോലെ മാപ്പിളപ്പാട്ടിൽ ഏതെല്ലാം വിഭാഗങ്ങളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. മാലപ്പാട്ട്, അതുപോലെ എന്താ പറയുന്നത്, പടപ്പാട്ട്, കത്തുപാട്ട്, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പട്ടികപ്പെടുത്താനൊരു ചോദ്യമുണ്ട്. അതുപോലെ ഇന്നും കേരളത്തിലെ എല്ലാ കലാപാരമ്പര്യങ്ങളും എല്ലാ കേരളീയരുടേതുമാണ്. എം.എൻ. കാരശ്ശേരി പറഞ്ഞ ഈ ആശയം ആ ലേഖനത്തിലുണ്ട്. തിരുവാതിരക്കളി, ഒപ്പന, മാർഗം കളി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും നിങ്ങൾ ആദ്യം നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മറക്കാതെ ഈ ചാനൽ, അക്ഷരജാലം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.